ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രമേഷ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയാണ്. നമ്മുടെ ആറ്റുകാലും ശ്രീകണ്ഠേശ്വരവും ചുമ്മാ ഇരുന്നപ്പം ഒരു തൊഴാൻ പോണത്. അങ്ങനെ കൂട്ടുകാരനെ വിളിച്ചു, ഇനി അവൻ വരും, അവൻ്റെ കൂടെ അമ്പലത്തിൽ പോവും. അപ്പം നമുക്കിനി പോണ വഴിയിൽ എല്ലാം കാണാം. ഓക്കെ. പഴവങ്കാടി എത്തിക്കുകയാണ് ഗൈസ്. പഴവങ്കാടി ഇവിടെ കയറിയിട്ട് ശ്രീകണ്ഠേശ്വരത്ത് പോകുന്ന വിചാരിച്ചു. അതെ മോർണിംഗ് കഴിയണ്ട രാവിലെ. ശരിയാണ് ഗൈസ്, മോർണിംഗ് ആയില്ല. എൻ്റെ ഒരു അവസ്ഥ, എൻ്റെ ഒരു മട്ടത്തരെ. ഗൈസ് അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നോ കയറി? കൊള്ളാമായിരുന്നു. പോസിറ്റീവ് എനർജി അല്ലേ? നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറേ അതിനുശേഷമാണ് അമ്പലത്തിൽ പോകുന്നത്. പഴവങ്ങാടി തന്നെ കയറി. സന്തോഷം. നമ്മൾ ശ്രീകണ്ഠേശ്വരത്ത് ഇരിക്കുന്നത്. ശ്രീകണ്ഠേശ്വരം നമ്മളങ്ങനെ ശ്രീകണ്ഠേശ്വരത്തി ഇവിടെ തൊഴുതിറങ്ങി. അടുത്ത് ഇതിനെ ആറ്റുവല്ലോട്ട് പോകണം. അപ്പം കയറി തൊഴുതിട്ട് വരാം. അകത്ത് ഫോൺ അലോടല്ല, തൊഴുതിട്ട് വരാം ഗൈസ്. അങ്ങനെ ശ്രീകണ്ഠേശ്വരം തൊഴുതിറങ്ങി. ഡബിൾ ട്രിപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, രണ്ടുപേരുണ്ട്. നമ്മൾ രണ്ടുപേരുണ്ട്, കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനുണ്ട്. സീനല്ലടാ. അർജന്റീന, വാമസ് അർജന്റീന. നമ്മുടെ ക്ഷേത്രത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കന്യകീ ശില്പം വരണതാണ് ഗൈസ്. ഇതിൻ്റെ അകത്താണ് പണി നടക്കണത്. അങ്ങനെ നമ്മൾ ആറ്റിലെത്തിയിരിക്കുന്നു. ഇനി കയറി തൊഴണം. തൊഴുതിട്ട് നല്ല തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ച നല്ല തിരക്കുണ്ട് ഗൈസ്. ആവശ്യത്തിനുള്ള തിരക്ക്, കുഴപ്പമില്ല. അപ്പം കയറി തൊഴുതിട്ട് വരാം. അങ്ങനെ നമ്മളെല്ലാം തൊഴുതിറങ്ങി. എന്നടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല തിരക്കാണ്. ആറ്റുകാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ. എക്സ്പീരിയൻസ് ആയാലും തൊഴുതിറങ്ങി നല്ല സമാധാനവും. പക്ഷേ എപ്പം വന്നാലും തിരക്കാണ്. അതെല്ലാം കാണാൻ ഇങ്ങനെ പോയാൽ ആൾക്കാർ എവിടെ നിന്നെങ്കിലും വരും. ഏത് തിരക്കിലും ആൾ സത്യമാണ്. കുഴപ്പമില്ല, അടിപൊളി തൊഴുതു. അപ്പോൾ നിവേദ്യത്തിന് ഇത് അടച്ചിരിക്കുന്നോട് നമ്മൾ വെളിയിറങ്ങി. ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇറങ്ങും ഗൈസ്. നമ്മളിപ്പം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി പ്രദേശമല്ല, നമ്മൾ ശ്രീകണ്ഠേശ്വരത്ത് പോകണമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ പഴവങ്ങാടി, ശ്രീകണ്ഠേശ്വരം, അവസാനം ആറ്റുലമ്മയും കണ്ട് തിരിക്കുന്നു. വഴിയെ കാണാം. ഓക്കെ. കുന്തിക്കരി ടാറിട്ട റോഡാണെന്ന് ഞാൻ കൊണ്ടുവന്നത്. ടാറിട്ട റോഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടാറിട്ട റോഡെന്നാണ് വിചാരിച്ചത്. ഈ കുണ്ടും കുഴി എന്ന് പറഞ്ഞ റോഡെന്ന് വിചാരിച്ചില്ല. പക്ഷേ കുഴപ്പമില്ല, ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. വണ്ടിയുടെ സസ്പെൻഷനൊക്കെ ഏകദേശം പണിയായി തുടങ്ങും. ഇങ്ങനത്തെ റോഡുകൾ ഓടിക്കുക. അതുകൊണ്ട് അതൊക്കെയൊക്കെ ഓടിക്കുക. 10 സെക്കൻഡൊക്കെ ഓടിച്ചാൽ മതി. ഓഫ് റോഡ് വണ്ടിയാണ് എടുത്തത്. എന്നിട്ട് കാണിക്കണം.
മണ്ടത്തരം. ഓ ഹൈവേ ക്രൂസറാണ് ഓഫ് റോഡ് പോടെ നടന്നു. പുഞ്ചക്കരി, ഇതാണ് എൻ്റെ നാട് പുഞ്ചക്കരി. പിന്നെ കിരീടം പാലമാണ്. ഈ വള്ളി എന്തിനാ കെട്ടി വെച്ചിങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തിനാണെന്ന് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു. ഇതൊക്കെ എന്തല്ലേ ഗൈസ്, ഞാൻ ഒന്ന് കയറ്റുമല്ല എന്തോ ആരും ഒന്നും ചെയ്യില്ല അല്ലേ. പണി കിട്ടും കയറ്റിയതാ. ഫുൾ എന്റർടൈൻമെന്റ് ആണ് അല്ലേ. എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ കയറ്റും. ഏത് അങ്ങനെ വീട്ടിൽ എത്തി, ഫുഡൊക്കെ കഴിച്ചു, ടി വി കണ്ടോണ്ടിരിക്കാൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക ഇതൊക്കെ തന്നെ. ബ്രോ എൻ്റെ വ്ളോഗ് എങ്ങനെ ഉണ്ടോ തിരിച്ചോണ്ടി. നല്ലതാണ്. പിന്നെ നിന്റെ ഇഷ്ടത്തിന് നീ അവർ പറയും പോലെ കേട്ടാൽ മതി. അവർ പറയും പോലെ നീ എല്ലാം ചെയ്താൽ മതി കേട്ടോ. അവർ നിനക്ക് തരുമല്ലോ. ഇങ്ങനെയുണ്ട് അടുപ്പിൽ ലെവൽ ചെയ്തു. നൈസല്ലേ. നല്ല ഗൈസ്, ഇഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു ഗൈസ്. എടുക്കാൻ മറന്നുപോയി. ഇതൊരവസ്ഥ. ചാർജ് ഇട്ടിരിക്കുന്നു ഫോൺ. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കമ്പ്യൂട്ടർ മുട്ടി വന്നിരുന്നു. വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ കമ്പ്യൂട്ടറിന് മുട്ടി വന്നിരുന്നു. ചുമ്മാ ഓരോ ഗെയിമും വിളിച്ച് അങ്ങനെ ഇരിക്കും. ഗെയിമൊന്നും ഇങ്ങനെ വലുതായിട്ട് കളിക്കില്ല, ഞാൻ ചുമ്മാ വായി നോക്കാൻ വേണ്ടി അങ്ങനെ വന്നിരിക്കും, ഓരോന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഡെയിം ഇൻ ലൈഫാണ്. എനിക്ക് അതിൽ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അടുത്ത ഡെയിം ഇൻ ലൈഫ് എടുക്കുമ്പോൾ എല്ലാം കാണിക്കാം. ഇതൊന്നും ഇത്രയ്ക്ക് ഒന്നും ഇല്ല ഇതിൽ. അപ്പോൾ വഴിയെ എല്ലാം കാണാം. ഇനി വൈകിട്ട് വെളിയിലോട്ടൊന്ന് പോകണം, അപ്പോൾ എല്ലാം കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. അമ്മയും കൊണ്ട് പുറത്തോടാക്കണം. ഞാൻ എന്നിട്ട് സിറ്റി പോകും ഗൈസ്. സിറ്റി അയ്യേ നാണോ അയ്യേ. അങ്ങനെ സിറ്റിയിലോട്ട് പോയത്. അപ്പം തന്നെ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് സിറ്റിയിലോട്ട് പോയിട്ട് നമ്മൾ നേരെ കാണാം. ഓക്കെ, പിന്നെ ഞാൻ വ്യൂ കാണിച്ചു. അങ്ങനെ നമ്മൾ അതെ അതെ നിങ്ങൾ ഇങ്ങനെ പറയണേ, ഒരു ഒന്നുമില്ല, വരട്ട് ഉള്ളിന്ന് വരട്ട് എല്ലാം പെമ്പിള് സംസാരിക്കുമ്പോൾ ഉള്ളിന്ന് വരും. അതൊന്നും വേണ്ടെന്ന് കേസ്, അതൊന്നും വേണ്ട കേസ്. പിന്നെ എത്ര വർഷത്തിന് രണ്ടാഴ്ച ശരിയാണ് 2 ആഴ്ച. സോറി ഗൈസ്, 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വന്നത് പറഞ്ഞു. നമ്മൾ പുഞ്ചക്കരി എത്തിയിരിക്കുന്നു. ചേട്ടാ ഒരു ഉന്മേഷം കാണി കേട്ടോ. എന്തിനു കേട്ടോ നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷം? ഞാൻ വല്ലാതെ പറഞ്ഞ ഞാൻ പറഞ്ഞ
എന്താണ് കേസ് വല്ലാത്ത അവസ്ഥയാണ്. അവിടെ നമുക്ക് ആ മൂക്കുന്നിയല്ല കാണാം. അതെ കാണിച്ചു തരാം. കണ്ടോ കേസ്, മൂക്കുന്നിമല. നമ്മൾ അങ്ങനെ തിരിച്ച് വണ്ടി വെച്ചെടുത്ത് പോകുന്നു കേസ്. പ്രായത്തിൽ നമ്മൾ അങ്ങനെ തിരിച്ച് പോകുന്നു. തിരിച്ച് പോകണമെന്നല്ല, ഇവിടെ തന്നെ കാണും. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകും. നമ്മൾ വണ്ടി വെച്ചെടുത്ത് മുതല കാണിച്ചു. മുതല വേണ്ട, മുതലൊന്നല്ല കേട്ടോ, അത് അയാളെ കമ്പ് മുങ്ങി കിടക്കുന്നത്. ഇവിടെ ഒരാൾ മുതലേന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അത് ഞാൻ കയറ്റി പിടിച്ച മുതലേ. എന്ന സ്ഥലമല്ലേ നമ്മളെ നാട്. നമ്മളെ നാട് കിട്ടില്ല അല്ലേ? അല്ലേ ഗൈസ്, നിങ്ങൾ പറ. റോഡും കണ്ടോ ഗൈസ്? ഗൈസ് പശുവോ കാളയാ? പശു. ഗൈസ് പൂ അതെങ്ങനെ മനസ്സിലായി? എന്തോന്നു പശു കാള? ഇതിനുള്ള പിന്നെ പറഞ്ഞുതരാം. താറാവ് കൂട്ടം ഗൈസ്, താറാവ് ഉണ്ടോ ഗൈസ്? താറാവ് കൂട്ടങ്ങൾ നമ്മളെ വണ്ടി കാണാനില്ല, അവിടെ ഉണ്ട്. താറാവേ മരം ഉണ്ടായിരുന്നില്ല അവിടെ. ആ മരം ഉണ്ടായിരുന്നു ഗൈസ്, അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഗൈസ്. അതിനെ അവന്മാരെല്ലാം കൂടി ചേർന്ന് വെട്ടിക്കളഞ്ഞു. അതിനെ ഇത്തിരി പറയാൻ കഷ്ടം തന്നെ. അല്ലെങ്കിൽ അവിടെ ചെന്നിരിക്കും നമ്മളെല്ലാം. ഇന്നത്തെ വ്ളോഗാ. ഗൈസ്, ഇങ്ങനെ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. നമ്മൾ കൂട്ടുകാരിപ്പം പോയുള്ളൂ. ഇവിടെ നിന്ന് പോയി. ഇനി അടുത്ത് നമ്മൾ നേരെ ഒരു 7 ആകുമ്പോൾ വീട്ടിലോട്ട് ചലിക്കും. ഭയങ്കര ആറ്റിറ്റ്യൂഡ് കിങ്ങ. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇല്ലാട്ടാ ചേട്ടാ അയൺമാനെ പോലെ ഹെൽമെറ്റൊക്കെ വെച്ച് തന്നെ. നിങ്ങൾക്ക് ഇങ്ങനെ മൂടി കെട്ടി ഹെൽമെറ്റ് ഇഷ്ടമുണ്ടോ? എനിക്കത് ഇഷ്ടമില്ലേ. എനിക്ക് ഇങ്ങനത്തെ ഓപ്പൺ ഹെൽമെറ്റാണ് ഇഷ്ടം. ഇതാകുമ്പോ കാറ്റ് അടിക്കാൻ പെല്ലടിക്കും. അത് മൂടി കെട്ടിയിരുന്ന് ഭയങ്കര ശ്വാസമുട്ടലാക്കി ബാക്കി ആനയ്ക്കും തന്നെ ഇതാവും. കേട്ടോ വയസ്, ഭയങ്കര ബ്ലോക്ക് ഇവിടെ. ഭയങ്കര ബ്ലോക്കൊന്നും അല്ല, സാധാരണ ഇവിടെ ബ്ലോക്കൊന്നും കാണാത്ത. പക്ഷെ ഇത് ബ്ലോക്കൊന്നുമില്ല. ഇത് എന്റെ അവിടുത്തെ ഫേമസ് ക്ഷേത്രമാണ്, വെള്ളായണി ദേവി ടെമ്പിൾ, വെള്ളായണി ദേവി ക്ഷേത്രം. ഇവിടെ തങ്കത്തിരുമുടിയാണ് ഇരിക്കുന്നത്. തങ്കത്തിരുമുടി ഈ ലോകത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മുടി എന്നാണ് ഇവിടുത്തെ മുടി അറിയപ്പെടുന്നത്. ഇത് കായ്ക്കരത്തൊക്കെ. അത് ഇവിടുത്തെ ഉത്സവം 68 ദിവസത്തെ ഉത്സവമുണ്ട് ഗൈസ്. 3 മാസത്തെ ഉത്സവമാണ്. 3 മാസം. അത് 3 വർഷത്തിലൊരിക്കേ വരുള്ളൂ ആ ഉത്സവം. ബട്ട് അത് ഭയങ്കര ഫേമസാ. അത് നമ്മൾ എന്നെ സംബന്ധിച്ച് വെള്ളാനിക്കാർക്കെന്ന് വെച്ചാൽ അത് ഒരു ഓണം പോലെയാണ്. അത് ഓണമല്ല, അതിനെക്കാട്ടി വലിയ ഉത്സവമാണ് അത്. ഓണത്തിനെക്കാട്ടി വലിയ ഉത്സവമാണ് നമ്മൾ ഇവിടുത്തെ ഉത്സവം. എല്ലാവരുടെ വീട്ടിലും എഴുന്നള്ളത്തിന് പോകും. പിന്നെ ദിക്കൊലി എന്നൊരു സംഭവമുണ്ട്. അതായത് ദാരികിനെ തേടി പോകണം. അതിന് ദിക്കൊലി എന്ന് പറയും. 4 ദിക്കുണ്ട്. 4 ദിക്കിലും പോയി കരയും പോയി അവസാനം നല്ല ഇരിപ്പുണ്ട് 10 ദിവസത്തെ. ആ നല്ല ഇരിപ്പിനാണ് ഇവിടെ പ്രോഗ്രാം ഇഷ്ടം പോലെ ഉള്ളത് 10 ദിവസത്തെ. അത് കിടില ഉത്സവം, കിടിലാണ് അവിടെ. ആ സമയത്ത് കിടിലുണ്ട്. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ.
ഡെയിം ഇൻ ലൈഫാണ് എടുത്തത്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ബാക്കി വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് അത് അടുത്ത എപ്പിസോഡിൽ ഓരോന്നായിട്ട് എല്ലാം കാണിച്ചു തരാം. ഞാൻ ഫുള്ളായിട്ട് എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ.